രാവിലെ ഒന്ന് ഇറങ്ങിയതാ. പച്ചക്കറികൾ അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി ഇങ്ങനെ മൂത്ത് നിൽക്കുന്നു. അമ്മക്കിളിയുടെ ഇന്നത്തെ പരിപാടി അതാണ്. എല്ലാം ഒന്ന് പറിച്ച് 2-3 തോരനുണ്ട്. പറമ്പിൽ നിന്ന് പറിക്കുമ്പോൾ അത് വേറൊരു ഇതല്ല. ഇച്ചിരിച്ചേ ഉള്ളെങ്കിലും നമുക്ക് നന്നാലെണ്ണം കിട്ടിയാൽ ഒരു തോരനുണ്ട്. അപ്പം ഇറങ്ങി നോക്കുക എന്തെങ്കിലുമൊക്കെ പച്ചക്കറി ഉണ്ടോയെന്ന്. ഒരു പ്രത്യേക പച്ചക്കറി ഇന്ന് പച്ചക്കറിയല്ല, ചീര വകയാണ്. വള്ളിച്ചീര എന്ന് പറയും. എത്ര പേരത് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഇല പോലെ തന്നെ ഇരിക്കും കണ്ടാൽ. അതിന് കളറും അങ്ങനെയാണ്. ഇത് വള്ളിച്ചീര എന്ന് പറയും. ഇത് നമ്മളിങ്ങനെ മണ്ട ഒടിച്ചെടുത്താൽ ഈ ഇല സൈഡിൽ നിന്ന് എല്ലാം കിളിച്ച് വന്നോളൂ. ഈ ഇലയെല്ലാം പറിച്ച് തോരൻ വെക്കാവുന്നതാണ്. നമ്മൾ ഈ മണ്ട അങ്ങ് ഒടിക്കണം. കണ്ടോ, ഇത് ഇളം തണ്ടായിട്ട് അങ്ങ് ഒടിച്ചെടുത്താൽ നമുക്ക് തോരൻ വയ്ക്കുന്നത് ഇതിങ്ങനെ കയറും. വള്ളിച്ചീര ഇതിൻ്റെ പേര് കേട്ടോ. നമ്മളിത് ഇന്ന് ഞാനിപ്പോൾ ഇത് ഒടിക്കാൻ പോവാം. കുറച്ച് ഇളം തണ്ടും കൂടെ പറിക്കുക. ഇതും കൂടെ പറിക്കുക. ഇതിൻ്റെ മണ്ട എവിടെയാണെന്ന് നോക്കടാ, ഇവിടെയാണിത്. അപ്പോൾ നമുക്ക് എളുപ്പം എവിടെ വേണോ അവിടെ നിന്ന് അങ്ങ് ഒടിച്ചെടുക്കുക. ഇതും ഒടിച്ചെടുത്തു. അപ്പോൾ എന്നാൽ ഇലയും കൂടെ അങ്ങ് പറിക്കാമെന്ന് വിചാരിച്ചാൽ. നല്ലതായി തോരന്. ഒരാൾക്ക് ഇത് കൂടുതൽ വേണ്ട. അപ്പം തോരനുമായി ഇന്നത്തേത് പോരെ. നമുക്ക് നല്ല നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാകുന്നത്, ഒരു കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കാം. ഇത് ഞാൻ പലയിടത്തും കണ്ടെങ്കിൽ ഇതിൻ്റെ തോരൻ ഇതുവരെ ഞാനും കഴിച്ചിട്ടില്ല. ഇലയൊക്കെ നല്ല ഇതായിട്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മളിങ്ങനെ ഇല എടുത്തെങ്കിലേ അടുത്തത് പൊട്ടി കിളിച്ച് വരത്തുള്ളൂ. ഇനിയിപ്പോൾ ഈ ഇലയുടെ ഓരോ കിളിമ്പിന്നും ഇതുണ്ടല്ലോ, മുട്ടിന്നും അടുത്തടുത്ത് തണ്ട് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഈ വള്ളിച്ചീരയുടെ സംഭവം. ഇത് കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക, വീട്ടിലുള്ളവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇന്നത്തെ അമ്മക്കിളിയുടെ വീഡിയോ ഇതാണ്. നമുക്ക് നാളെ അടുത്ത വീഡിയോ മറ്റു വരാം.